നിങ്ങൾ ജീവിച്ചിരിക്കേണ്ടതിനും നിങ്ങൾക്ക് നന്നായിരിക്കേണ്ടതിനും നിങ്ങൾ കൈവശമാക്കുന്ന ദേശത്ത് ദീർഘായുസ്സോടിരിക്കേണ്ടതിനും നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളോട് കൽപ്പിച്ചിട്ടുള്ള എല്ലാ വരികളിലും നടന്നുകൊള്ളുവീൻ. കർത്താവിന്റെ വചനം ഇങ്ങനെയാണ് പറയുന്നത്: നിങ്ങൾ ജീവിച്ചിരിക്കേണ്ടതിനും നിങ്ങൾ ജീവനോടെ ഇരിക്കേണ്ടതിനും നിങ്ങൾക്ക് നന്നായിരിക്കേണ്ടതിനും നിങ്ങൾ ചെയ്യുന്നതൊക്കെയും സാധിക്കുവാൻ, നിങ്ങൾ ദൈവത്തിന്റെ നന്മ പ്രാപിക്കുവാൻ, നിങ്ങൾ ദൈവത്തിന്റെ അനുഗ്രഹം പ്രാപിക്കുവാൻ, നിങ്ങൾ കൈവശമാക്കുന്ന ദേശത്ത് ദീർഘായുസ്സോടു കൂടിയിരിക്കേണ്ടതിനോ, നിങ്ങൾ ഏത് ദേശത്ത് പാർത്തെന്ന് പറഞ്ഞാലും ഭൂമിയും അതിന്റെ പൂർണ്ണതയും യഹോവയ്ക്കുള്ളതാ. നിങ്ങൾ അമേരിക്കയിൽ പാർത്തെന്ന് പറഞ്ഞാലും, യൂറോപ്പിൽ പാർത്തെന്ന് പറഞ്ഞാലും, ഓസ്ട്രേലിയയിൽ പാർത്തെന്ന് പറഞ്ഞാലും, മിഡിൽ ഈസ്റ്റിൽ പാർത്തെന്ന് പറഞ്ഞാലും, ഏഷ്യയിൽ പാർത്തെന്ന് പറഞ്ഞാലും, ആ ദേശത്ത് നിങ്ങൾ ദീർഘായുസ്സോടു കൂടെ ഇരിക്കേണ്ടതിന് നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളോട് കൽപ്പിച്ചിട്ടുള്ള എല്ലാ വരികളിലും നടന്നുകൊള്ളുക. ദൈവം പറയുന്നത് നിങ്ങൾ അനുസരിച്ചാൽ, ദൈവം പറയുന്നത് നിങ്ങൾ കേട്ടു പ്രവർത്തിച്ചാൽ, ദൈവത്തിന്റെ വചനത്തിൽ നിങ്ങൾ കാതുകൾ ഏൽപ്പിച്ചാൽ, ദൈവം പറയുന്നത് നിങ്ങൾ അനുസരിച്ചാൽ, നിങ്ങൾ ദീർഘായുസ്സോടുകൂടി ഇരിക്കും. അകാല മരണങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുകയില്ല. ദൈവം പറഞ്ഞ വാഗ്ദത്തം പൂർത്തിയാകാതെ നിങ്ങൾ മരിക്കുകയില്ല. നിങ്ങൾ നിങ്ങളുടെ നന്മ കാണൂ. നിങ്ങളായിരിക്കുന്ന ദേശത്തെ നന്മ നിങ്ങൾ അനുഭവിക്കൂ. നിങ്ങൾ നിങ്ങളുടെ നന്മ കാണൂ. നിങ്ങൾ നിങ്ങളുടെ നന്മ അനുഭവിക്കും. നിങ്ങൾ നിങ്ങളുടെ തലമുറ നന്മ കാണും. നിങ്ങൾ നിങ്ങളുടെ തലമുറ നന്മ അനുഭവിക്കൂ. അത് കാണാതെ അനുഭവിക്കാതെ നിങ്ങൾ മരിക്കുകയില്ല. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറയുന്നത്: നിങ്ങളുടെ ദൈവമായ യഹോവയെ തന്നെ സേവിപ്പീൻ, എന്നാൽ അവൻ നിന്റെ അപ്പത്തെയും വെള്ളത്തെയും അനുഗ്രഹിക്കൂ. നിങ്ങൾ നിങ്ങളുടെ ദൈവമായ യഹോവയെ തന്നെ അനുസരിക്കുകയാണെങ്കിൽ, നിങ്ങൾ മനുഷ്യരിൽ ആശ്രയിക്കാതെ നിങ്ങൾ ദൈവത്തിൽ മാത്രം ആശ്രയം വെക്കുകയാണെങ്കിൽ, അവൻ നിന്റെ അപ്പത്തെയും വെള്ളത്തെയും അനുഗ്രഹിക്കൂ. ഞാൻ രോഗങ്ങളെ നിന്റെ നടുവിൽ നിന്ന് അകറ്റിക്കളയും. നിങ്ങൾ ദൈവവചനം മാത്രം പ്രമാണിക്കുകയാണെങ്കിൽ, നിങ്ങൾ ദൈവവചനം മാത്രം അനുസരിക്കുകയാണെങ്കിൽ, നിങ്ങളുടെ ശരീരത്തിരിക്കുന്ന രോഗത്തെ പോലും ദൈവം എടുത്തു മാറ്റും. കാരണം അത് ദൈവത്തിന്റെ മന്ദിരമാണ്. നിങ്ങളുടെ ശരീരം എന്ന് പറയുന്നത് ദൈവത്തിന്റെ മന്ദിരമാണ്. നിങ്ങളുടെ ശരീരം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവ് വസിക്കുന്ന ഇടമാണ്. അവിടെ രോഗം ഇരിക്കുകയില്ല. നിങ്ങൾ ദൈവവചനം മാത്രം അനുസരിക്കുകയാണെങ്കിൽ, ദൈവം പറയുന്നത് മാത്രം കേട്ട് അനുസരിക്കുകയാണെങ്കിൽ, രോഗങ്ങളെ കർത്താവ് നിങ്ങളുടെ ഇടയിൽ നിന്ന് മാറ്റിക്കളയുവാൻ ഇടയിൽ തീരും. ഗർഭം അലസുന്നവളും മച്ചിയും നിന്റെ ദേശത്ത് ഉണ്ടാകുകയില്ല. നിന്റെ ആയുഷ്കാലം ഞാൻ പൂർത്തിയാകും. ദൈവം പറഞ്ഞ വാക്ക് നിങ്ങൾ കേൾക്കുക. ദൈവം പറഞ്ഞ ആലോചന നിങ്ങൾ കേട്ടോണോ? നിങ്ങളുടെ ആയുസ്സിനെ ഞാൻ പൂർത്തിയാകും. നിങ്ങളുടെ ആയുഷ്കാലം ഞാൻ പൂർത്തിയാകും. നിങ്ങൾ കാല അവസാനിക്കുന്നതിന് മുമ്പ് ആമേൻ എന്ന് പറഞ്ഞാൽ അകാല മൃത്യു സംഭവിക്കുകയില്ല. നിങ്ങളുടെ ആയുസ് പാതി വരിൽ തീർന്നു പോകുകയില്ല. ദീർഘായുസ് കൊണ്ട് ഞാൻ നിനക്ക് തൃപ്തി വരുത്തോ എന്ന് പകൽക്കാലം ആ വാക്കിനെ നിങ്ങൾ വിശ്വസിക്ക്. ദീർഘായുസ് കൊണ്ട് ആമേൻ